ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും അതിജീവിക്കുന്ന ഒരു പ്രശ്നമാണ് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന തടസ്സങ്ങൾ. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും, ചില കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ഇതിനെല്ലാം കുറേ തടസ്സങ്ങളുണ്ടാകും. വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകില്ല. കുട്ടികൾക്കാണെങ്കിൽ എത്ര പഠിച്ചാലും അവർക്ക് പരീക്ഷയിൽ അത് നന്നായി എഴുതാൻ കഴിയുന്നില്ല. ജോലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ഉയർച്ചകൾ ഉണ്ടാകുന്നില്ല. പ്രമോഷൻ ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു, കിട്ടുന്നില്ല. കുറച്ച് പൈസ കിട്ടുമെന്ന് വിചാരിക്കുന്നു, വസ്തു വിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, മേടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, നടക്കുന്നില്ല. ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നു, നടക്കുന്നില്ല. അല്ലെങ്കിൽ കിട്ടിയ ജോലി നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും. എന്തിനു പറയണം, പ്രാർത്ഥിക്കാൻ പോലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനു പോലും സാധിക്കാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഗണേശ പൂജ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഗണേശ ഭഗവാന്റെ ഒരു പ്രീതി നമുക്ക് കുറഞ്ഞു എന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്? അത് മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് കാരണം ഗണേശ ഭഗവാന്റെ പ്രീതി നമുക്ക് കുറഞ്ഞിരിക്കുന്നുവെന്ന്. യാജ്ഞവൽക്ക സ്മൃതിയിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ദുസ്വപ്നങ്ങൾ കാണുക. ആ ദുസ്വപ്നത്തിൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് പോലെയുള്ള ദുസ്വപ്നങ്ങൾ നമ്മൾ കാണുക. അതുപോലെ തല മൊട്ടയടിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുന്നതായിട്ട് സ്വപ്നം കാണുക. അതുപോലെ ഒട്ടകം, കഴുത തുടങ്ങിയ ജന്തുക്കളുടെ പുറത്ത് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് കാണുക. കൊള്ളക്കാർ നമ്മളെ ആക്രമിക്കുന്നതായിട്ട് കാണുക. അതുപോലെ തന്നെ കൂറ്റൻ പക്ഷികളുടെ പുറത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ ശത്രുക്കൾ നമ്മളെ പിടിച്ചുകൊണ്ടു പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ദുസ്വപ്നങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, നമുക്ക് ഗണേശ പ്രീതി കുറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം യാജ്ഞവൽക്യ സ്മൃതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യാജ്ഞവൽക്യ സ്മൃതിയിൽ ഗണേശ പ്രീതിക്കുറവ് നമുക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയെന്നാണ് ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഗണേശ പ്രീതി വരുത്തേണ്ടതായിട്ടുണ്ട്. അഥവാ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നില്ല, പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ വരികയാണെങ്കിലും അത്യാവശ്യമായി ഗണേശ പ്രീതി വരുത്തണം. കുട്ടികളുടെ വിദ്യാപുരോഗതിക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഗണേശ പ്രീതി വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം വിദ്യാകാരകനാണ് ഗണേശ ഭഗവാൻ. അക്കാര്യം പ്രത്യേകം ഓർത്തിട്ട് പഠിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ ഗണേശ പ്രീതി വരുത്തേണ്ടതായിട്ടുണ്ട്. അവരുടെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിത്യവും നമ്മളിപ്പോൾ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രത്യേകതകൾ വെച്ച് പ്രാർത്ഥിക്കും. പക്ഷേ എല്ലാ പ്രാർത്ഥനകളുടെയും മുമ്പിലായി നമ്മൾ ഗണേശ ഭഗവാനെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല പോലുള്ള പൊങ്കാലകളൊക്കെ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാന് വേണ്ടി, വിഘ്നേശ്വരന് വേണ്ടി നമ്മൾ പ്രത്യേകം ഗണപതി ഒരുക്ക് വെക്കാറുണ്ട്. പക്ഷേ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ പലരും അത് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ചിലർ ചെയ്യുന്നുണ്ട്, പക്ഷെ പലരും ചെയ്യുന്നില്ല. പക്ഷേ അത് നിർബന്ധമായി നമ്മൾ എല്ലാവരും ചെയ്യണം. ഗണേശ ഭഗവാനെ വെച്ചിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യവും ചെയ്യാനായിട്ട്. അപ്പോൾ ബുധനാഴ്ച ദിവസം നമ്മൾ പറഞ്ഞു, ചതുർത്ഥി തിഥിയാണ്, ദ്വിജപ്രിയ രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണുകയോ അല്ലെങ്കിൽ നിരന്തരം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം പാർവതി ദേവിയെയും വിനായകനെയും പൂജിക്കുക എന്നുള്ളതാണ്. അതായത് അമ്മയും മകനെയും പൂജിക്കുക. ഇതുപോലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ദുസ്വപ്നങ്ങളും കാണുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഗൗരി വിനായക ഗായത്രി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് പൂജിക്കേണ്ടത്. സ്വസ്തിക പത്മ
പദ്മത്തിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്നാണ്. സ്വസ്തിക പദ്മത്തിൽ വെച്ച് ഈ ഗായത്രി മന്ത്രം ഉപയോഗിച്ച് ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിക്കുക. ഇപ്പോൾ സ്വസ്തിക പദ്മം വരച്ച് അതിൽ ഭഗവാന്റെ രൂപം പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ പ്രാർത്ഥിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ മന്ത്രം ജപിച്ചിട്ട്, അതായത് ഈ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ 2 മന്ത്രങ്ങളും ഞാൻ കാണിച്ചു തരാം. നിങ്ങളത് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ ആ മന്ത്രം ജപിക്കുക. അത് നിങ്ങൾ 108 തവണ വെച്ച് ജപിക്കാം. അങ്ങനെ മന്ത്രങ്ങൾ ജപിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുമ്പ് ഭഗവാനും ദേവിക്കും എന്ത് ചെയ്യണം? നമ്മളൊരു മന്ത്രജപം അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെയും ദേവിയെയും എല്ലാം ഒരുക്കി അവർക്ക് നല്ല ഒരു പീഠം, ഒരു ആസനം കൊടുത്തതിന് ശേഷം അവർക്ക് പുഷ്പങ്ങളും മറ്റു ധൂപങ്ങളുമൊക്കെ വെച്ച് വിളക്ക് കത്തിച്ച് അവർക്ക് വഴിപാടുകളുമൊക്കെ സമർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വഴിപാടുകൾ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഭക്ഷിക്കുകയും വേണം. അപ്പോൾ അഥർവവേദത്തിൽ പോലും ഗണപതിയെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്, ഗണപതി മന്ത്രങ്ങളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം പുരാതനമായ വേദങ്ങളിൽ പോലും ഇത് ഭഗവാനെ പറ്റി വർണ്ണിച്ചിരിക്കുന്നുവെന്ന് പ്രത്യേകമായി ഓർക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറി നമുക്ക് ജീവിത വിജയം കൈവരുത്തുന്നതിന് ഗണപതി പ്രാർത്ഥന വളരെ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നിത്യവും നമ്മൾ ഗണേശനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വെച്ചടി കയറ്റം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇതുപോലുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അവർ പാർവതി ദേവിയെയും ഗണേശ ഭഗവാനെയും ആ ഗായത്രി മന്ത്രം ഉപയോഗിച്ച് തന്നെ പ്രാർത്ഥിക്കുക. ഞാൻ എഴുതി കാണിക്കാം. അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. 108 തവണ നിങ്ങൾക്ക് ജപിക്കാം. ചതുർത്ഥി തിഥികളിൽ പ്രത്യേകിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം പഴവങ്ങാടി ക്ഷേത്രത്തിലെ തിരക്ക്. എന്തോരം തേങ്ങയാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ മിനിറ്റിന് അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. തേങ്ങ അടിക്കുന്ന ശബ്ദം മാത്രമേ നമ്മൾ പഴവങ്ങാടി ക്ഷേത്രത്തിൽ ചെന്നാൽ കേൾക്കാൻ പറ്റുകയുള്ളൂ. അത്രത്തോളം ഭക്തജനങ്ങളാണ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. 1000 തേങ്ങ, 2000 തേങ്ങ, 5000 തേങ്ങ, 1 തേങ്ങ, 500 തേങ്ങ, ഇങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്ന് ചാക്ക് കണക്കിനാണ് അടിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ കൊണ്ടുവന്ന് 1000ഉം 10,000ഉം ഒക്കെ തേങ്ങകൾ അടിക്കുന്നത്. ഈ ശബ്ദം മാത്രമാണ് നമ്മൾ പഴവങ്ങാടി ക്ഷേത്രത്തിൽ ചെന്ന് നിന്നാൽ കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത്രത്തോളം അനുഗ്രഹിക്കും ഭഗവാൻ, അത്രത്തോളം നമുക്ക് എല്ലാം തരുമെന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ 100% ഉറപ്പാണ് വെച്ചടി നമുക്ക് കയറ്റമുണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഗണേശ പ്രീതി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അമ്മ പാർവതി ദേവിയെയും ഭഗവാനെയും ഗായത്രി മന്ത്രം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്വസ്തിക പദ്മത്തിൽ വെച്ച് പൂജിക്കുക എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സ്വസ്തിക രൂപം നമ്മൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അതിലേക്ക് ഭഗവാന്റെ രൂപം എടുത്ത് വെക്കുക, ദേവിയുടെ രൂപവും വെക്കുക. 2 ആയിട്ട് വെച്ചിട്ട് എന്നിട്ട് ഭഗവാനെ അർച്ചന ചെയ്ത് നമ്മൾ ദേവിക്കും അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുക. നിത്യവും ഗണപതി പ്രാർത്ഥനകൾ നടത്തുക. പ്രത്യേകിച്ച് ചതുർത്ഥി തിഥികളിലൊക്കെ പ്രാർത്ഥനകൾ നടത്തുക. അതുപോലെ തന്നെ വിദ്യാകാരകനാണ് കൊച്ചുകുട്ടികൾക്ക് നിർബന്ധമായി അവർ വിനായകനെ പ്രാർത്ഥിക്കണം. അവരുടെ പേരും നാളും പറഞ്ഞ് പക്കപ്പിറന്നാൾ ദിവസങ്ങളിലൊക്കെ വിനായക ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സൂക്ത മന്ത്രം ഉപയോഗിച്ച് അർച്ചന ചെയ്യുന്നതുമൊക്കെ തന്നെ വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. ഓർമ്മക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഓർമ്മക്കുറവൊക്കെ മാറി എല്ലാ ബുദ്ധിയും തെളിഞ്ഞു കിട്ടുന്നതിന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകുന്നവർ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് മാറും. ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ ജോലി കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇനി പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അതിനും തടസ്സമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി, അതുപോലെ തന്നെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് തടസ്സമില്ലാതെ മുമ്പോട്ട് പോകുന്നതിനും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.